സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവമാണ് ഇന്ന്. ലക്ഷക്കണക്കിന് ആളുകൾ അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ തലസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ക്ഷേത്രത്തിനും ഉത്സവത്തെ അനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾക്കും ഒരു ചരിത്രമുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് മണക്കാട് ശാസ്താവ് ദേവിയെ കാണാൻ എത്തുന്നത്. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യവും ക്ഷേത്രത്തിലെ ഒരു ചരിത്രവുമുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ആറ്റുകാൽ പ്രദേശത്തുള്ള ഒരു വലിയ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട്. തറവാട്ടിൽ ഭഗവതി ഭക്തനായ ഒരു കാരണവർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതീവ തേജസ്വിയായ ഒരു ബാലിക വന്ന് തന്നെ ആറിനക്കരെ എത്തിക്കാമോ എന്ന് ചോദിച്ചു. കുത്തൊഴുക്കുണ്ടായിരുന്ന നദി മുറിച്ചു കിടക്കുക ആ സമയത്ത് അസാധ്യമായിരുന്നു. പക്ഷെ മുല്ലവീട്ടിൽ കാരണവർ ബാലികയെ തന്റെ മുതുകിൽ കയറ്റി മറുകരയിൽ എത്തിച്ചു. മഴ നനഞ്ഞിരുന്ന ബാലികയെ തന്റെ വീട്ടിലെത്തിച്ച് ഭക്ഷണം കൊടുക്കാമെന്ന് കരുതി വീട്ടിലേക്ക് ക്ഷണിച്ചു. ബാലികയെ വീട്ടിന് ഉമ്മറത്തിരുത്തിയ ശേഷം ഭക്ഷണം എടുക്കാനായി കാരണവർ അകത്തേക്ക് പോകുന്നു. തിരികെ വന്നപ്പോൾ ബാലിക അപ്രത്യക്ഷമായി. അന്ന് രാത്രി കാരണവരുടെ സ്വപ്നത്തിൽ ബാലിക രൂപത്തിൽ ഭഗവതി പ്രത്യക്ഷപ്പെട്ടു. നിന്നിൽ ഞാൻ സംപ്രീതയായിരിക്കുന്നുവെന്നും താൻ 3 വരകൾ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിഞ്ഞ് തന്നെ കുടിയിരുത്തണമെന്നും ഭഗവതി ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം കുടുംബത്തിന്റെ കാവായ ആറ്റുകാൽ കാവിലെത്തിയപ്പോൾ ശൂലം കൊണ്ട് 3 രേഖകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടു. സ്വപ്ന ദർശന പ്രകാരം കാരണവർ അവിടെ ഒരു കോവിലുണ്ടാക്കി ഭദ്രകാളി ദേവിയെ കുടിയിരുത്തി. പള്ളിവാൾ, തൃശൂലം, അസി, ഫലകം എന്നിവ ധരിച്ച ചതുർബാഹുവായ വേതാളപ്പുറത്തിരുന്ന ശ്രീ ഭദ്രകാളിയെയാണ് ആറ്റുകാലമ്മയുടെ പ്രതിഷ്ഠ. ദാരുശില്പമാണ് ഭഗവതിയുടേത്.